ഉണർന്ന് പ്രാർത്ഥിക്കുക. സദാകാലം പ്രാർത്ഥിക്കുക, ഉണർന്ന് പ്രാർത്ഥിക്കുക. ഏതൊരു കാലത്തും പ്രാർത്ഥിക്കുക. സീസണലല്ല ഒരു മനുഷ്യൻ്റെ പ്രയർ. ഒരു മനുഷ്യൻ്റെ പ്രയർ സീസണുകൾക്കപ്പുറമായുള്ളതായിരിക്കണം പ്രാർത്ഥന. ആകയാൽ ഏതു കാലത്തും പ്രാർത്ഥിക്കുക. കഷ്ടകാലത്തല്ല പ്രാർത്ഥിക്കേണ്ടത്, സങ്കടകാലത്തല്ല പ്രാർത്ഥിക്കേണ്ടത്, ഉണർവ് കാലത്തല്ല പ്രാർത്ഥിക്കേണ്ടത്, ഏതൊരു കാലത്തും പ്രാർത്ഥിക്കുക. അടുത്തതായി പറയുകയാണ്, സമയഭേദമന്യേ മാത്രമല്ല ഉണർന്ന് പ്രാർത്ഥിക്കുക. രാത്രികളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. മനുഷ്യൻ്റെ വിശ്രമത്തെ അതിജീവിച്ചുകൊണ്ട്, വിശ്രമത്തെ ഒഴിവാക്കി അവൻ പ്രാർത്ഥനയിലേക്ക് കടക്കുവാൻ പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യത്തിൽ ആ പ്രാർത്ഥനയിൽ കൂടെ, ഉണർന്ന് പ്രാർത്ഥനയിൽ കൂടെ, രാത്രി പ്രാർത്ഥനയിൽ കൂടെ ലഭിക്കുന്ന 2 അനുഗ്രഹങ്ങളെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായി പറയുകയാണ്, സംഭവിപ്പാനുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഉണർന്നിരിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ രാത്രി പ്രാർത്ഥന നമ്മളെ പ്രാപ്തരാക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള ചിലതിനെ രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ബൈപ്പാസ് ചെയ്തു പോകുവാൻ കഴിയും. നമുക്കതിനെ ഒഴിഞ്ഞു പോകുവാൻ കഴിയും. ഞാനതിനെ ഏറ്റവും എളുപ്പമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ബൈപ്പാസ് ചെയ്തു പോകുവാൻ കഴിയും. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വിപത്തിനെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു അനർത്ഥത്തിനെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ക്ലോഷറിനെ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഹഡിലിനെ നമുക്ക് ബൈപ്പാസ് ചെയ്തു പോകുവാൻ രാത്രി പ്രാർത്ഥനകൾ നമുക്ക് സാധ്യമാക്കി തരും. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗതത്തിൽ, റോഡുകളിൽ പണിയപ്പെടുന്നത് ബൈപ്പാസുകളാണ്. ഓരോ ടൗണുകളെയും ബൈപ്പാസ് ചെയ്തു പോവുകയാണ്. കാരണം മനുഷ്യൻ്റെ യാത്രയെ, ഗമനത്തെ തടഞ്ഞു നിർത്തുന്ന പ്രതിസന്ധികളെ ബൈപ്പാസ് ചെയ്യുക. കർത്താവ് ഇവിടെ പറയുകയാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ബൈപ്പാസ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ ചോദിക്കും, എന്തിനെയാണ് ഒരു മനുഷ്യൻ ബൈപ്പാസ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ ഒഴിഞ്ഞു പോകേണ്ട 3 സംഗതികളെ പ്രധാനമായി ഞാൻ പറയാം. ഒരു മനുഷ്യൻ ഒഴിഞ്ഞു പോകേണ്ട 3 സംഗതികൾ. ഒന്ന്, ഒരു മനുഷ്യനെതിരായി സാത്താന്യ തന്ത്രങ്ങൾ ഉണ്ടായിരിക്കും. എനിക്കും നിങ്ങൾക്കുമെതിരെ സാത്താന്യ തന്ത്രങ്ങളുണ്ട്. നമുക്കെതിരെ പിശാച് പണിവെക്കും. യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. പിശാച് നിങ്ങളെ തടവിലാക്കുവാൻ കാത്തിരിക്കുന്നു. ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവൻ ചുറ്റിത്തിരിയുന്നു. അപ്പോൾ സൈറ്റനിക് സ്ട്രാറ്റജീസ്, സൈറ്റനിക് ട്രാപ്സ് അത് എനിക്കും നിങ്ങൾക്കും വിരോധമായിട്ടുണ്ട്. എന്നാൽ രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം ആ സാത്താന്യ തന്ത്രങ്ങളെ നശിപ്പിച്ചു കളയും. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, പക്ഷി കാൺകെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലയോ. ആകയാൽ നമ്മുടെ മുമ്പിൽ വിരിക്കപ്പെട്ടിരിക്കുന്ന വലകൾ വ്യർത്ഥമാക്കി കളയുവാൻ രാത്രി പ്രാർത്ഥനകൾക്ക് കഴിയും. ഒന്ന്, സൈറ്റനിക് ട്രാപ്പ്, സാത്താന്യ തന്ത്രങ്ങളെ, കെണികളെ ഒഴിഞ്ഞു പോകുവാൻ ദൈവം നമ്മളെ രാത്രി പ്രാർത്ഥനകളിൽ കൂടെ സഹായിക്കും. 2, ഒഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ സാത്താൻ മാത്രമല്ല മനുഷ്യന് കെണിയും തന്ത്രവും ഒരുക്കുന്നത്. മനുഷ്യൻ കെണി ഒരുക്കും, മനുഷ്യൻ തന്ത്രങ്ങൾ ഒരുക്കും. ഹാമാൻ എന്ന മനുഷ്യൻ മോർദെഖായിക്കും യഹൂദനും വിരോധമായി തന്ത്രങ്ങളെ മെനയുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ശൗൽ ദാവീദിന് വിരോധമായി തന്ത്രങ്ങളെ മെനയുന്നതിനെ കാണുവാൻ കഴിയും. ദാനിയേലിന് വിരോധമായി പേർഷ്യയിലെ ഗവർണർമാർ തന്ത്രങ്ങളെ മെനയുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെ മനുഷ്യർക്ക് ദൈവഭക്തന്മാർക്ക് വിരോധമായി മാനുഷിക തന്ത്രങ്ങളും കെണികളും ഉണ്ടാക്കും. നാം പലപ്പോഴും ഈ കെണികളിൽ പെട്ടിട്ടാണ് പ്രാർത്ഥിക്കാറ്. പക്ഷേ രാത്രികളിലെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, രാത്രിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ ഒരു മനുഷ്യൻ്റെ കെണിക്കും, ഒരു മനുഷ്യൻ്റെ ട്രാപ്പിനും, ഒരു മനുഷ്യൻ്റെ പദ്ധതികൾക്കും കുരുക്കാൻ കഴിയത്തില്ല. രാത്രികളിലെ പ്രാർത്ഥനയിൽ നമുക്ക് മാനുഷിക ചതിക്കുഴികളെ, മാനുഷിക പദ്ധതികളെ ഒഴിഞ്ഞു പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. മൂന്നാമതായി നമ്മളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകേണ്ടത് നമ്മുടെ ജീവിതത്തിന്മേലുള്ള ദൈവത്തിൻ്റെ അൺഫേവർ സിറ്റുവേഷൻസ്, ദൈവത്തിന് നമ്മളോടുള്ള നീരസങ്ങൾ ഒഴിഞ്ഞു പോകുവാനിടയായിത്തീരും. സഹോദരങ്ങളെ, ദൈവം നീതിയുള്ള ദൈവമാണ്, ദൈവം ന്യായാധിപനായിരിക്കുന്ന ദൈവമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, നമ്മൾ ദശാംശം കൊടുക്കുന്നത് കൊണ്ടോ, നമ്മൾ കർത്തൃവേല ചെയ്യുന്നത് കൊണ്ടോ ഒന്നും നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടായാൽ ദൈവം നമ്മുടെ പക്ഷം ചേർന്ന് നിൽക്കുമെന്ന് ചിന്തിക്കരുത്. നമ്മളെത്ര ദൈവത്തിന് സ്നേഹിതരായിരുന്നാലും, നമ്മളെത്ര ദരിദ്രരായിരുന്നാലും, നമ്മളെത്ര സമ്പന്നരായിരുന്നാലും ദൈവത്തിൻ്റെ കോടതിയുടെ മുൻപാകെ ന്യായവും നീതിയും മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ കണ്ണുകളിൽ. ആകയാൽ ദൈവത്തിൻ്റെ കോപം കിട്ടുന്ന, ദൈവത്തിന് നമ്മളോട് നീരസം തോന്നുന്ന ഏതെങ്കിലും ശിക്ഷാ നടപടികൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രികളിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ തെറ്റുകളെ വെളിപ്പെടുത്തി, കുറ്റങ്ങളെ വെളിപ്പെടുത്തി, ആ കുറ്റങ്ങളെ ക്ഷമിച്ച് നമ്മളെ അടിക്കാൻ
കിട്ടാനിരിക്കുന്ന അടി ദൈവം വേണ്ട എന്ന് വെക്കും. ഞാൻ 3 കാര്യങ്ങൾ പറയാം. 1, സാത്താന്യ പദ്ധതികളെ ഒഴിഞ്ഞു പോകാം. 2, മാനുഷിക കെണികളെ ഒഴിഞ്ഞു പോകാം. 3, ദൈവത്തിൻ്റെ കോപത്തെ ഒഴിഞ്ഞു പോകാം. ഞാൻ കാണിക്കാം ആ വേദഭാഗങ്ങളെ. നിനവേക്കാരുടെ മുൻപാകെ ദൈവത്തിൻ്റെ ക്രോധം വരികയാണ്. അവർ പ്രാർത്ഥിച്ചു, ദൈവക്രോധം അവരെ വിട്ടുപോയി. സ്തോത്രം. പത്രോസിൻ്റെ അടുക്കൽ ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വരുമ്പോൾ പത്രോസ് പറയുകയാണ്, നീ പകയിലും കയ്പുള്ള കെണിയിലും പെട്ടിരിക്കുന്നു. നീ കർത്താവിനോട് മുട്ടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആ കോപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുമായിരിക്കും. അകൽ ദൈവകോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അകൽ രാത്രികളിലെ പ്രാർത്ഥന ഒഴിഞ്ഞു പോകുവാൻ നമ്മളെ സഹായിക്കും. എന്നാൽ ഒഴിഞ്ഞു പോവുക മാത്രമല്ല, അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് കാണുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന്. ഞാൻ ആ മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുന്ന നിത്യതയിലേക്കൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, അതിലേക്ക് സാവകാശം വരാം. എന്നാൽ അവിടെ ഒരു വാക്ക് കണ്ടോ, നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് പറയുകയാണ്. രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ലോർഡ് വിൽ മേക്ക് ഹിം ആൻ ഏബിൾ മാൻ. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രാപ്തി സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയേ ആകുന്നു. എൻ്റെ സഹോദരങ്ങളെ, എത്ര അപ്രാപ്തനാകട്ടെ, ബലഹീനനാകട്ടെ, വിക്കനാകട്ടെ, മണ്ടനാകട്ടെ, പൊട്ടനാകട്ടെ, രാത്രികളിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രാപ്തി നമുക്ക് ദാനമായി നൽകും. ഞങ്ങൾ സ്വയമായി സങ്കല്പിപ്പാൻ പ്രാപ്തരല്ല, പക്ഷേ ദൈവം ഉയരത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ ജ്ഞാനവും കൃപയും ദയയും നന്മയും നൽകി ദൈവം നമ്മളെ ഹി വിൽ മേക്ക് അസ് ഏബിൾ. ആമേൻ. ദൈവം നമ്മളെ പ്രാപ്തരാക്കി തീർക്കും രാത്രികളിലെ പ്രാർത്ഥനയിൽ. സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളിലെ യൗവനക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, രാത്രികളിലെ പ്രാർത്ഥന നമ്മുടെ ലൈഫിനെ ഭയങ്കരമായി തിരിക്കും. ഈ പ്രാപ്തി എന്ന് പറയുമ്പോൾ അതിന് 3 തലത്തിൽ പ്രാപ്തിയുണ്ട് മക്കളെ. ഒന്ന്, പ്രാപ്തി എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ട്. ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിവ്, ഭാഷ പഠിക്കുവാൻ കഴിവ്, സ്കില്ല് പഠിക്കുവാൻ കഴിവ്, ഇതൊക്കെ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ്. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ എബിലിറ്റി അല്ലെങ്കിൽ ജ്ഞാനമെന്ന് പറയും, ഇതിനെ പ്രാപിക്കുവാൻ പ്രാർത്ഥനയാണ് നല്ലത്. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സമൃദ്ധിയായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ആകയാൽ രാത്രികളിലുള്ള പ്രാർത്ഥന നമ്മുടെ അപ്രാപ്തികളെ മാറ്റും. നിങ്ങൾ 8 വട്ടം ഒരു വിഷയത്തിന് തോറ്റ വ്യക്തിയാണോ? രാത്രികളിലിരുന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ദൈവം ആ വിഷയത്തിൽ നിങ്ങളെ ജ്ഞാനികളാക്കുന്നത്, നിങ്ങളെ അതിനകത്ത് ഏബിളാക്കുന്നതിനെ കാണുവാൻ കഴിയും. ആകയാൽ എബിലിറ്റി, ഇൻ്റലക്ച്വൽ എബിലിറ്റി. രണ്ടാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത് ടു സർവൈവ്. അതാണ് നമ്മുടെ പ്രാപ്തി എന്ന് പറയുന്നത്. പ്രതികൂലങ്ങളെ അതിജീവിക്കുക, പ്രതിസന്ധികളെ അതിജീവിക്കുക, അതാണ് പ്രാപ്തി. എൻ്റെ സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ ഒരു 15 വർഷം 20 വർഷം മുമ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫ്രജൈലായിരുന്നു, എന്ത് പൊട്ടിപ്പോകുന്നവരായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച പ്രതികൂലങ്ങളെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ കടന്നത്, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ മറികടന്നതെന്ന്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കടക്കാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന വിഷയങ്ങളുടെ നടുവിൽ രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അവിടെ പിടിച്ചു നിർത്തത്തില്ലേ? ദൈവം നമ്മളിങ്ങനെ പ്രാപ്തി തരത്തില്ലേ? ചെങ്കടലിലും യോർദാനിലും തിരമാലകളിലും പ്രതികൂലങ്ങളിലും എല്ലാം ദൈവം നമുക്ക് പ്രാപ്തരാക്കും. അതാണ് നമ്മൾക്ക് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുവാനുള്ള പ്രാപ്തി രാത്രികളിലെ പ്രാർത്ഥനയ്ക്ക് നൽകും. സ്തോത്രം. മൂന്നാമത്തെ പ്രാപ്തി എന്ന് പറയുന്നത് ഈ വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യൻ്റെ പുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാപ്തി. ആ പ്രാപ്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രാഗൽഭ്യം, നമ്മളുടെ വിശുദ്ധി, അതാണ് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാപ്തി. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാപ്തി, ഞാൻ എന്ത് പഠിച്ചു, എനിക്കെന്ത് കഴിവുണ്ട്, ഞാൻ എന്ത് ചെയ്തു, എനിക്കെന്ത് പവറുണ്ട്, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ ഒരു പ്രാപ്തിയല്ല. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. അപ്പോൾ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുവാനുള്ള പ്രാപ്തി എന്ന് പറയുന്നത് കറയും ചുളുക്കവും ഇല്ലാത്ത തേജസ്സോടെ നിൽക്കുന്ന ആ സ്പോട്ട്ലെസ് ഗ്ലോറിഫൈഡ് ലെവൽ, അതാണ് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള പ്രാപ്തി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് ചോദിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാപ്തി എന്ന് പറയുന്നത്. നിർമ്മലമായ മനസ്സാക്ഷി, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ
ഏറ്റവും വലിയ പ്രാപ്തി. നിഷ്കളങ്കത, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാപ്തി എന്ന് പറയുന്നത്. ആ പ്രാപ്തി നമുക്ക് ലഭിക്കുന്നത് രാത്രികളിലെ പ്രാർത്ഥനയിലാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മളെ പാപത്തിൽ കൊണ്ടിടാൻ നമ്മുടെ ജീവിതത്തിൽ പല കണികളും കുടുക്കുകളും വെക്കും. പക്ഷെ രാത്രികളിൽ ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യന്, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പാകെ പാപത്തിൻ്റെ വിഷമുള്ള കട്ടയെന്ന് ഒടിയും. പാപത്തിൻ്റെ ശക്തികൾ പപ്പടം പൊടിയുന്നത് പോലെ പൊടിയും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 26-41 വാക്യത്തിൽ യേശു കർത്താവ് ഗത്സമനയിൽ വെച്ചൊരു കാര്യം പറഞ്ഞു. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഇവിടെ പരീക്ഷ എന്ന് പറയുന്ന വേർഡിന് അതിൻ്റെ മൂലഭാഷയിലും ഇംഗ്ലീഷിലൊക്കെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് ടെംപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ടെംപ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ശരീരത്തിലുണ്ടാകുന്ന രോഗമല്ല ടെംപ്റ്റേഷൻ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയല്ല ടെംപ്റ്റേഷൻ, അത് ട്രയൽസാണ്, അല്ലെങ്കിൽ ട്രിബുലേഷൻസ് ആണ്. ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രവാസികളും പരദേശികളുമാകുന്ന നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, അതാണ് ടെംപ്റ്റേഷൻസ്. അപ്പം നിങ്ങൾക്കെതിരെ പിശാച് വെച്ചിരിക്കുന്ന ടെംപ്റ്റേഷൻസിനകത്ത് നിങ്ങൾ പോയി പെടാതിരിക്കണമെങ്കിൽ, ടു ഹാവ് എ ഹോളി ലൈഫ്, ടു ഹാവ് എ പ്യുവർ ഹാർട്ട്, ടു ഹാവ് എ ക്ലിയർ കോൺഷ്യൻസ്, വി മസ്റ്റ് ഹാവ് എ വിജിലൻറ്റ് വാച്ച്ഫുൾ പ്രയർ. രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് പാപത്തെ ഒഴിഞ്ഞിരിക്കുവാൻ കഴിയും. പിശാച് വെക്കുന്ന ട്രാപ്പുകളൊന്നും കെണികളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല, നമ്മളതിൽ അകപ്പെടത്തില്ല. വിശുദ്ധിയിൽ നാം സൂക്ഷിക്കപ്പെടുവാൻ, മനുഷ്യപുത്രന് മുമ്പാകെ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തീകരിക്കുന്നത് രാത്രികളിലെ പ്രാർത്ഥനയാണ്. ആകയാൽ വിശുദ്ധ ജീവിതത്തിന്, ഒരു ക്ലിയർ കോൺഷ്യൻസ്, ഒരു നിർമ്മല ജീവിതത്തിന് ഞാൻ ഉറപ്പായും പറയട്ടെ, രാത്രിയിലെ പ്രാർത്ഥന ഭയങ്കരമായി പവർഫുള്ളായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഷയമാണ്. രാത്രികളിൽ ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് പവർ ഓഫ് ഹോളിനെസ് ആയിരിക്കുമെന്ന് ഇന്ന് രാത്രി എനിക്ക് ഉറപ്പായിട്ട് ധൈര്യത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും. സ്തോത്രം. ആകയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രാത്രിയുടെ പ്രാർത്ഥന ഒന്ന് അവനെ ചിലതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും അവനെ പ്രാപ്തനാക്കാനും സഹായിക്കും. ഒഴിഞ്ഞ് ബൈപ്പാസ് ചെയ്യാനും അവനെ ഏബിളാക്കാനും കഴിയും. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആരംഭത്തിലേ പറയേണ്ട ഭാഗം തന്നെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ നൈറ്റ് പ്രയർ, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, യേശുവിൻ്റെ ജീവിതത്തിൽ ഫാസ്റ്റിംഗ് പ്രെയർ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അതുപോലെ യേശു രാത്രികളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയിൽ എത്ര നേരം പ്രാർത്ഥിക്കണം? നമ്മുടെ അടുക്കലൊക്കെ ഒത്തിരി പേര് ചോദിക്കും, രാത്രിയിൽ എത്ര നേരം പ്രാർത്ഥിക്കണം, രാത്രിയിൽ എപ്പോഴെഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ശീലമുണ്ട്. എന്നാൽ യേശു അതിന് നല്ലൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-12 വാക്യം. ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിനൊരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. കണ്ടിന്യൂഡ് ഓൾ നൈറ്റ് ഇൻ പ്രയർ ടു ഗോഡ്, ഓൾ നൈറ്റ് ഇൻ പ്രയർ ടു ഗോഡ്. ആകയാൽ രാത്രികളിൽ എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാമോ അത്രത്തോളം പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരു രാത്രിയെങ്കിലും ഇന്ന് വരെ ഫുൾ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഓൾ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സഭകളിലെ ഹോൾ നൈറ്റ് പ്രയറിനോ പവർവിഷനിലെ ഹോൾ നൈറ്റ് പ്രയറിനോ ഒക്കെ പങ്കെടുത്തോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പേഴ്സണലി ഒരു രാത്രി മുഴുവനും ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? യു മസ്റ്റ് ഹാവ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയോ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീക്കെൻഡിന് മുമ്പായി നിങ്ങളത് ചെയ്യണം. ഞാനതിനൊരു ഈസി മെത്തേഡ് പറഞ്ഞു തരാം. പബ്ലിക് ഹോളിഡേയുടെ തലേന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണമായ ഒരു പബ്ലിക് PH ഉണ്ടല്ലോ, പബ്ലിക് ഹോളിഡേ. ഈ പബ്ലിക് ഹോളിഡേയുടെ തലേന്ന് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു അല്പം വേണമെങ്കിൽ വിശ്രമിച്ചിട്ട് ആ നൈറ്റ് നിങ്ങൾ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. എൻ്റെ നേരെ നല്ല കുട്ടിക്കാലം തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഉള്ളൊരു ശീലമാണ്. അവധി ദിവസത്തിൻ്റെ പിറ്റേന്നല്ല, അവധി ദിവസത്തിൻ്റെ പിറ്റേന്ന് നമുക്ക് പിന്നെ സ്കൂളിലോ കോളേജിലോ ജോലിക്കോ ഒക്കെ പോകണമല്ലോ. അവധി ദിവസത്തിൻ്റെ തലേ രാത്രി നന്നായിരുന്നു പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന സൂര്യോദയം വരെ, നമ്മുടെ ജനലിൽ കൂടെ സൂര്യ വെളിച്ചം കാണുന്നിടം വരെ പ്രാർത്ഥിച്ചിട്ട് നമ്മളൊന്ന് കിടന്നൊന്ന് മയങ്ങി എഴുന്നേൽക്കണം. 2-3 hours ഉറങ്ങിയാൽ മതി. നമ്മൾ ഒരു 7:30, 8 o'clock നിങ്ങൾ എഴുന്നേറ്റോ, നിങ്ങൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. ജസ്റ്റ് ട്രൈ. ഇത് വളരെ, നിങ്ങൾ രാത്രികളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അന്ന് രാവിലെ ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. പിറ്റേന്ന് രാത്രിയിൽ നമുക്ക് കിടക്കാൻ ഒരു ടെൻഡൻസി ഒരു പക്ഷേ തോന്നിയേക്കാം, പക്ഷേ ഒരു ക്ഷീണവും ഉണ്ടാകത്തില്ല. യു മസ്റ്റ് ട്രൈ. യേശു ആ കാലത്ത് മലയിൽ ചെന്ന്
കണ്ടിന്യൂഡ് ഓൾ നൈറ്റ് ഇൻ പ്രയർ. മുഴു രാത്രി വി മസ്റ്റ് ഹാവ് ആൻ ഓൾ നൈറ്റ് പ്രയർ എക്സ്പീരിയൻസ്. ഒരു ശനിയാഴ്ച രാത്രിയാകട്ടെ, ഇനിയും കുറച്ചുകൂടെ പറയാം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തിരക്കുകളില്ലാത്ത വ്യക്തിയാണെങ്കിൽ ശനിയാഴ്ച രാത്രി പ്രാർത്ഥനയിൽ ചെലവഴിക്കണം. ശനിയാഴ്ച രാത്രി പ്രാർത്ഥനയിൽ ചെലവഴിച്ച് സഭാരാധന കൂടി വന്നു കിടന്ന് സുഖമായി നിങ്ങളൊന്ന് ഉറങ്ങി നോക്ക്. എന്തോ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാൻ കഴിയും. യേശു കർത്താവ് ആ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നുവെന്നാണ് പറയുന്നത്. ഇനിയും രാത്രി മുഴുവനും തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. വൈകുവോളം പ്രാർത്ഥിക്കാം, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കാം, 4-ാം യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം, ഏത് സമയത്തും പ്രാർത്ഥിക്കാം. മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1:35. അതികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റു, പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരങ്ങളെ, രാത്രിയിൽ പലരും പറയുന്നൊരു വിഷയമാണ് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു പക്ഷേ ഉറങ്ങിപ്പോയെന്ന് പറയും. എൻ്റെ സഹോദരങ്ങളെ, രാത്രിയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ യേശു പോയതുപോലെ വീട് വിട്ട് നിങ്ങളൊന്നും ദൂരെ എങ്ങും പോകണ്ട. പക്ഷേ രാത്രിയിൽ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റാൽ നിങ്ങളുടെ കിടക്കയിൽ നിന്ന് നിങ്ങൾ മാറണം. കിടക്കയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉറങ്ങിപ്പോകും. ആകയാൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ അപ്പുറത്തെ റൂമിലോ നിങ്ങളുടെ പ്രെയർ ചെയറിലോ നിങ്ങളുടെ പ്രെയർ മാറ്റിലോ നിങ്ങൾ പോയി മാറിയിരുന്ന് ഒന്ന് വിത്ത് പ്രിപ്പറേഷൻ, ഉറക്കത്തോടു കൂടിയല്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. നിങ്ങൾക്ക് യേശു കർത്താവ് ആ മാതൃക കാണിച്ചു തരികയാണ്. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന രാത്രി പ്രാർത്ഥനയുടെ ഇമ്പാക്റ്റ്, അതിൻ്റെ എഫക്റ്റുകളിലേക്ക് കടന്നു വരാം. 1, നമ്മൾ ഒഴിഞ്ഞു പോകും. 2, നമ്മൾ പ്രാപ്തരാകും. അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. 63-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 63-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. അവിടെ ഒരു വേർഡ് നിങ്ങൾ കേട്ടോ, രാത്രി യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയിൽ. അപ്പോൾ ഒരു 4-ാം യാമത്തിൽ ഉണർന്നു പ്രാർത്ഥിക്കുക, ആദ്യ യാമത്തിൽ ഉണർന്നു പ്രാർത്ഥിക്കുക എന്നോ. ഇവിടെ പറയുന്നത് യാമങ്ങളിൽ എന്നാണ് പറയുന്നത്. യാമങ്ങളിൽ ഇന്ന്. അപ്പോൾ ഒരു യാമത്തിലല്ല, പല യാമങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന. അപ്പോൾ രാത്രി പ്രാർത്ഥന അരമണിക്കൂറും 1 മണിക്കൂറും 10 മിനിറ്റുമല്ല, യാമങ്ങൾ. ഒരു യാമമല്ല, യാമങ്ങൾ. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്ത ഭാഗം, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ വരുന്നു, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ് കാണുന്നത്. രാത്രി പ്രാർത്ഥന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രാണന് മജ്ജയും മേധസ്സും വരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മജ്ജയും മേധസ്സും എന്ന് പറയുന്നത് ഹീ ഈസ് എംപവറിങ് എന്നുള്ളതാണ്. അവൻ എംപവർ ചെയ്യപ്പെടുന്നു, അവൻ ശക്തിപ്പെടുന്നു. ഹീ ഈസ് ഗെറ്റിംഗ് സ്ട്രോങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യന് മജ്ജയും മേധസ്സും വന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്ട്രോങ് ആയെന്ന്. അപ്പം ഇത് വരുന്നത് അവൻ്റെ ശരീരത്തിൽ എന്നല്ല പറയുന്നത്, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ മെൻ്റലി സ്ട്രോങ് ആകും, അവൻ്റെ തീരുമാനങ്ങൾ കറക്റ്റാകും, അവന് മെൻ്റൽ സ്ട്രെങ്ത് വർദ്ധിക്കും. അപ്പോൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മെൻ്റലി സ്ട്രോങ് ആവും. ഏത് വലിയവൻ വന്ന് വെല്ലുവിളിച്ചാലും അവൻ കുലുങ്ങത്തില്ല. അവൻ്റെ പ്രാണന്, അവൻ്റെ മൈൻഡിന് മജ്ജയും മേധസ്സും ഉണ്ടാകും. മജ്ജ എന്ന് പറയുന്നത് എല്ലിനകത്തുള്ളതും മേധസ് എന്ന് പറയുന്നത് എല്ലിന് പുറത്തുള്ളതുമാണ്. അപ്പോൾ ഇൻറ്റേർണലി അവൻ പവർഫുള്ളാകും, എക്സ്റ്റേർണലി വിസിബിളി അവൻ പവർഫുള്ളാകും. സ്പിരിച്വൽ ലൈഫ് അകത്ത് മാത്രമല്ല നമ്മൾ ശക്തരാകുന്നത്, പുറമെ വിസിബിൾ. ദർ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഇൻ സ്പിരിച്വാലിറ്റി. ആകയാൽ ആത്മീയത പ്രകടിപ്പിക്കപ്പെടുന്നതാണ്. ദൈവത്വത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും വിസിബിളാണ്, മാനിഫെസ്റ്റബിളാണ്. ആകയാൽ അകത്തും പുറത്തും അവൻ ശക്തീകരിക്കപ്പെടുന്നു. എൻ്റെ പ്രാണന് എല്ലിനകത്തും മജ്ജയും എല്ലിന് പുറത്തും മേധസ്സും വരുന്നു. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വരുന്നു. രാത്രിയിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യൻ ആർത്തനായി തീരുകയില്ല, തൃപ്തനായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ കടന്നു പോകുന്നെങ്കിലും എവിടെയും നിങ്ങൾക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളിങ്ങനെ അലയുകയാണോ? എൻ്റെ സഹോദരങ്ങളെ, സ്റ്റാർട്ട് എ നൈറ്റ് പ്രയർ. ഒരു രാത്രി പ്രാർത്ഥനയുടെ ശീലം നിങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകാൻ കഴിയും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ രാത്രിയിൽ യാമങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ എഫക്റ്റ് എന്താണെന്നറിയാമോ? ഞാൻ സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ലൈഫിനകത്ത് എന്തോ വരാൻ തുടങ്ങി?
ഹാപ്പിനെസ് വരാൻ തുടങ്ങി. സ്തോത്രം. രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖവും മുറവിളിയും ഓടിപ്പോകും. എൻ്റെ സഹോദരങ്ങളെ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. പക്ഷെ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും. അപ്പം കരച്ചിൽ എപ്പോഴാണ് വരുന്നത്? സന്ധ്യയെങ്കിലാണ്. അതെപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്? രാത്രിയിലാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് കൂടും കിടക്കയുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പം നിങ്ങളിപ്പുറത്ത് രാത്രിയിലിരുന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കരച്ചിൽ പിറ്റേ ദിവസം സന്ധ്യ ആകുമ്പം പറയും, ദയവ് ചെയ്ത് അങ്ങേരുടെ വീട്ടിലോട്ട് എന്നെ പറഞ്ഞു വിടരുത്. അവിടെ ചെന്ന ഒരു രാത്രിയിൽ ഒരു സ്വസ്ഥതയില്ല. അങ്ങേര് രാത്രി മൊത്തം അവിടെ ഇരുന്ന് കലബല എന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കവിടെ പോയി കരച്ചിൽ പറയും, എനിക്കവിടെ പോയി രാവാർക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ അധരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? സന്തോഷമുള്ള അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കണ്ണുനീരോടുകൂടെയും കരച്ചിലോടുകൂടെയും അല്ല അവൻ ദൈവത്തെ സ്തുതിക്കേണ്ടത്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവീൻ. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അപ്പോൾ രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അത് സന്തോഷകരമായി തീരും. 3 കാര്യങ്ങൾ: അവൻ സ്ട്രോങ് ആകും, 2 അവൻ സാറ്റിസ്ഫൈ ആകും, 3 അവൻ ജോയ്ഫുൾ ആകും. 63-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന 3 അനുഗ്രഹങ്ങളെ അവിടെ പറയുകയാണ്. വീണ്ടും 16-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ 4-ാമത്തെ വിഷയത്തിലേക്ക് വരാം. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം നൽകുന്ന അടുത്ത അനുഗ്രഹം, രാത്രി പ്രാർത്ഥനയുടെ അടുത്ത ഇമ്പാക്റ്റിലേക്ക് ഞാൻ കടന്നു വരാം. 16-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം: എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. ദൈവം എനിക്ക് എന്ത് ചെയ്തു? ബുദ്ധി ഉപദേശിച്ചു തന്നു. ഹി ഗേവ് മീ കൗൺസിൽ. എനിക്ക് നല്ല ആലോചനകൾ നൽകി. എപ്പോഴാണ് മനുഷ്യ നിനക്ക് ദൈവം ആലോചന നൽകിയത്? അവിടെ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, രാത്രി കാലങ്ങളിൽ എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അവിടെ പറയുകയാണ് ഇൻസ്ട്രക്ഷൻസ് ഇൻ നൈറ്റ് സീസൺസ്. രാത്രി കാലങ്ങളിൽ എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ അതിനകത്തുനിന്ന് ഒന്ന് നമ്മുടെ പോയിന്റിൽ നിന്ന് ഒന്ന് മാറി ഞാൻ വരികയാണ്. ഇവിടെ പറയുന്നത് സീസൺസ് ഓഫ് നൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം രാത്രി ഒരു 12 hours ആയിരിക്കാം, രാത്രി കാലങ്ങളുമായിരിക്കാം. രാത്രി കാലങ്ങൾ, സീസൺസ് ഓഫ് നൈറ്റ്. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില രാത്രികൾ കടന്നു വന്നാൽ, പ്രതികൂലത്തിൻ്റെ രാത്രികൾ കടന്നു വന്നാൽ, സങ്കടത്തിൻ്റെ രാത്രികൾ വന്നാൽ, അത് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടും പോകത്തില്ല. അത് ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു നിൽക്കും. ദാറ്റ് വിൽ ബി സീസൺസ് ഓഫ് നൈറ്റ്. പക്ഷേ ആ രാത്രിയുടെ സീസണുകളിലും എന്ത് ചെയ്യാണ്? ഹി ഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നു. ഞാൻ തിരികെ വരികയാണ്. അപ്പോൾ രാത്രിയിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഒരു മനുഷ്യൻ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം നല്ല ഡിസിഷൻ മേക്കിംഗ് പവർ നൽകും. അവൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നൽകും. അവൻ്റെ ബുദ്ധിയോടുകൂടെ ദൈവം കൂടെ ഇരുന്ന് ദൈവം അവന് ആലോചന നൽകും. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് പീലാത്തോസിൻ്റെ മുമ്പിൽ, ഹന്നാവിൻ്റെ മുമ്പിൽ, കയ്യഫാവിൻ്റെ മുമ്പിൽ, ഹെരോദിൻ്റെ മുമ്പിൽ യേശു കർത്താവ് എവിടെയും തൻ്റെ വാക്കുകളിൽ പിഴയ്ക്കുന്നില്ല. നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഹൈ ലെവലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എല്ലാറ്റിനും സോറി പറയണം. ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റാൽ രാത്രി വരെ എത്ര സോറി പറയുമെന്നുള്ളതിന് ഒരു കണക്കുമില്ല. ചില നാളുകൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, വഴക്കുണ്ടാക്കുന്നേ ഉള്ളൂ, വഴക്ക് തീർന്ന അന്നേരം അവിടെ ഉള്ളവരുടെ അടുത്ത് എല്ലാവരുടെ അടുക്കലും പോയി ക്ഷമ ചോദിക്കും. നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും നല്ല മനുഷ്യനല്ല. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഒരാളുടെ അടുക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? യേശു ഒരാളുടെ അടുക്കൽ പോലും സോറി പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ അടുക്കലും പോയി സോറി പറയുന്നതല്ല നല്ല മനുഷ്യൻ. ഒരാളുടെ അടുക്കലും സോറി പറയാൻ ഇടവരാതെ ജീവിക്കുന്നവനാണ് നല്ല മനുഷ്യൻ. ഞാൻ എല്ലാവരുടെ അടുക്കലും വഴക്കുണ്ടാക്കി, എല്ലാവരുടെ അടുക്കലും പോയി ക്ഷമ ചോദിച്ചു. അതാണോ വിശുദ്ധി? ഞാൻ എല്ലാ വർഷാവസാനത്തിലും എല്ലാ തിരുമേശയുടെ മുമ്പാകെ ഞാൻ എല്ലാവരും വിളിച്ച് ക്ഷമ ചോദിച്ചു. നോ, ഒരു തിരുമേശ അടുത്ത് വരുമ്പോഴും ഒരു ഇയർ എൻഡിങ് അടുത്ത് വരുമ്പോഴും ഞാൻ റീകൺസൈൽ ചെയ്യേണ്ട, ഞാൻ ക്ഷമ ചോദിക്കേണ്ട വ്യക്തികൾ എൻ്റെ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഒരാളുടെയും പേര് എഴുതാനിട വരരുത്. അതാണ് ഒരു മനുഷ്യൻ്റെ ജ്ഞാനമുള്ള ജീവിതം. അത് വിശുദ്ധ ജീവിതമെന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടിലും ജ്ഞാനമുള്ള ഒരു ജീവിതം. യേശു ദൈവപുത്രനാണ്, പാപമില്ലാത്തവരാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ഇതിൻ്റെ പിമ്പിലുള്ള ഒരു സ്ട്രെങ്ത്, ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് യേശുവിൻ്റെ രാത്രി പ്രാർത്ഥനകളാണ്. അതുകൊണ്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം: ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ
അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. അപ്പോൾ രാത്രിയുടെ യാമങ്ങളിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ്റെ ചെവി തുറക്കുന്നത്. പകലിൽ നമ്മുടെ ചെവിയെല്ലാം ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. പക്ഷേ രാത്രികൾ നമ്മുടെ ചെവി എന്തു ചെയ്യും? ദൈവശബ്ദം കേൾക്കും. നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ നമുക്ക് ലഭിക്കുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ ജീവിതത്തിലെ മിസ്റ്ററീസ് വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ ആലോചനകൾ ലഭിക്കുന്നത് എവിടെയാണ്? രാത്രിയുടെ പ്രാർത്ഥനകളിലാണ്. ഞാനതിനെ ഒരല്പം കൂടെ മുമ്പോട്ട് കയറി പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ ചെവിയെ ദൈവം തുറന്ന് ദൈവം അവനോട് സംസാരിക്കുന്നു, അത് രാത്രിയിലാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ പോരാ. പകരം ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദാനിയേൽ പാർത്ത ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം രാജാവ് മറന്നുപോയി. രാജാവിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. കണ്ടോ, രാജാവിന് ഓർത്തെടുക്കാൻ കഴിയാത്തൊരു വിഷയം നിങ്ങൾ മനസ്സിനകത്ത് എഴുതിക്കോണം. രാജാവിന് ഓർത്തെടുക്കാൻ കഴിയാത്ത വിഷയം. 2, ആഭിചാരകന്മാർക്കും ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും വിദ്വാൻമാർക്കും ആ നാട്ടിലെ ബുദ്ധി കൊണ്ടോ മാന്ത്രികം കൊണ്ടോ ബുദ്ധിമാന്മാർക്കും മന്ത്രവാദികൾക്കും കണ്ടെത്താൻ കഴിയാത്ത വിഷയം. രാജാവിന് ഓർത്തെടുക്കാൻ കഴിയാത്ത വിഷയം, ബുദ്ധിമാന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്ത വിഷയം, മന്ത്രവാദികൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിഷയം. ഒരു ഭയങ്കര മിസ്റ്ററി അവിടെ കിടക്കുകയാണ്. ഈ മിസ്റ്ററി ഭയങ്കരമായി രാജാവിനെ അസ്വസ്ഥനാക്കി. രാജാവ് എല്ലാവരെയും കൊന്നൊടുക്കുവാൻ തീരുമാനിച്ചു. ആ സമയത്താണ് ദാനിയേലും അസര്യാവും മിശായേലും ഹനന്യാവും കയറി രാജാവിൻ്റെ സൈന്യാധിപൻ വഴി തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരല്പം സമയം തരണം. ആ സമയമെന്ന് പറയുന്നത് അവർ രാത്രിയുടെ സമയമാണ് ചോദിക്കുന്നത്. ആ രാത്രിയിൽ ഈ 4 സഹോദരങ്ങൾ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. കരങ്ങൾ കോർത്തെന്ന് ഞാനങ്ങ് പറയുകയാണ്. രാത്രിയിൽ അവർ പ്രാർത്ഥനയിൽ കരങ്ങൾ കോർക്കുകയാണ്. രാത്രിയിൽ അവർ ആത്മാവിൽ ദൈവത്തോട് അടുക്കുകയാണ്. ആ രാത്രിയിൽ രാജാവിന് വെളിപ്പെടാതിരുന്നത്, ബുദ്ധിമാന്മാർക്ക് വെളിപ്പെടാതിരുന്നത്, മന്ത്രവാദികൾക്ക് വെളിപ്പെടാതിരുന്നത്, ലോകത്തിലാർക്കും വെളിപ്പെടാതിരുന്നത്, സ്തോത്രം, ഇവർക്ക് വെളിപ്പെടുന്നതിനെ ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഒരു മനുഷ്യൻ്റെ കൃപാവരങ്ങൾ ഓപ്പൺ ആകുന്നത് അവന് രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ഏത് കൃപാവരമുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു കൃപാവരമുള്ള മനുഷ്യൻ്റെയും ആ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൻ രാത്രിയിൽ പ്രാർത്ഥിക്കും എന്നുള്ളതായിരിക്കും. രാത്രിയിൽ ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ രാത്രി പ്രാർത്ഥനകളെ ദൈവം ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങുന്നുവെങ്കിൽ, രാത്രികളിൽ നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ ഒരു കൃപാവരം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കൃപാവരം പകരപ്പെടുന്നത് ഏതെങ്കിലും ചർച്ചുകളിൽ പോയി ഉപവാസ പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുമ്പോഴല്ല, ഏതെങ്കിലും കൃപാവര പ്രാപ്തന്മാരുടെ അടുക്കൽ പോയി കൈവപ്പ് മേടിക്കുമ്പോഴല്ല, ഏതെങ്കിലും വലിയ കോൺഫറൻസുകൾക്ക് പോകുമ്പോഴോ ഏതെങ്കിലും വലിയ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുമ്പോഴോ അല്ല കൃപാവരങ്ങൾ ലഭിക്കുന്നത്. കൃപാവരം ലഭിക്കുന്നത് രാത്രികളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് കൃപാവരം ലഭിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ യൗവനക്കാരോടൊക്കെ ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ശുശ്രൂഷയുടെ ബലം, ഒരു മനുഷ്യൻ്റെ ശുശ്രൂഷയുടെ വളർച്ച, ഒരു മനുഷ്യൻ്റെ കൃപാവരങ്ങളുടെ വളർച്ച, ഇത് മുഴുവനും രാത്രി പ്രാർത്ഥനയ്ക്കകത്താണ്. വെളിപ്പാടുകൾ ലഭിക്കുന്നത് രാത്രി പ്രാർത്ഥനയ്ക്കകത്താണ്. ഞാനൊരു ഭാഗം നിങ്ങളോട് പറയാം. നമ്മൾ പകലിരുന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് ഒത്തിരി ഭാഗങ്ങൾ, വി ക്യാൻ കവർ മച്ച് പേജസ്. പകലിരുന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് ഒത്തിരി പേജുകൾ വായിച്ചു തീർക്കാൻ കഴിയും. പക്ഷേ രാത്രിയിലിരുന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് വെളിപ്പാടുകൾ കണ്ടെത്താൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പകലിരുന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് ഒത്തിരി ബൈബിൾ വായിക്കാൻ കഴിയും. പക്ഷേ രാത്രിയിലിരുന്ന് ബൈബിൾ വായിച്ചാൽ നമുക്ക് വചനത്തിനകത്ത് കിടക്കുന്ന മർമ്മങ്ങൾ ആ സമയത്ത് നമ്മൾ പകൽ 10 പ്രാവശ്യം വായിച്ചാലും വെളിപ്പെടാത്ത ചില സാധനങ്ങൾ രാത്രിയിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അതിനകത്തുനിന്ന് നമുക്ക് ആശ്ചര്യകരമാവണ്ണം വെളിപ്പാടുകൾ പൊങ്ങി വരുന്നത് കാണാൻ കഴിയും. കൃപാവരങ്ങൾ ജ്വലിക്കുന്നത് രാത്രി പ്രാർത്ഥനയിലാണ്. വെളിപ്പാടുകൾ ലഭിക്കുന്നത് രാത്രി പ്രാർത്ഥനയിലാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, രാത്രി പ്രാർത്ഥന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. അവൻ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിനൊരു ഭാഗം നിങ്ങളെ കാണിക്കാം.
ഗിദെയോൻ യോവാശിൻ്റെ കരുവേലകത്തിനരികെ ദൂതൻ വന്നിരുന്നു. ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ധാന്യം മെതിക്കുകയാണ്. അപ്പോൾ ഗിദെയോന് ദൂതൻ പ്രത്യക്ഷനായി. അവിടെ ഗിദെയോൻ എന്ത് ചെയ്തു? യഹോവ ശലോം എന്ന് പറഞ്ഞ് ഒരു യാഗപീഠം പണിതു. യഹോവ ശലോം എന്ന് പറഞ്ഞ് ഒരു യാഗപീഠം പണിത് ആരാധിച്ചു. പക്ഷേ 6-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായം 25-ാം വാക്യം, അതിന് മുമ്പിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാം 24-ാം വാക്യം, ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. അത് ഇന്ന് വരെ അബിയേസ്യർക്കുള്ള ഒഫ്രയിലുണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിൻ്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിൻ്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഗിദെയോന് തലേന്ന് പകല് ഒരു ചോദ്യം ചോദിച്ചു. ദൈവമേ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുന്നതെന്ത്? ദൂതൻ മറുപടി പറഞ്ഞില്ല. പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തിരിച്ച് ഗിദെയോൻ ചോദിച്ചു. വർഷങ്ങളായി മനസ്സിൽ കിടന്ന് അലട്ടിയ ചോദ്യം. യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നതെന്ത്? ദൂതൻ മറുപടി പറഞ്ഞില്ല. ദൂതൻ വിടുതലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു, പക്ഷെ റീസൺ പറഞ്ഞില്ല. അത് മിസ്റ്ററി ആയിരുന്നു. പക്ഷെ അന്ന് രാത്രി ദൈവം ഗിദെയോൻ്റെ അടുക്കൽ പറഞ്ഞു. ഗിദെയോൻ, ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം നിൻ്റെ അപ്പൻ്റെ വീട്ടിലിരിക്കുന്ന ബാലിൻ്റെ ബലിപീഠവും അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അശേര പ്രതിഷ്ഠയും. ബാൽ എന്ന് പറയുന്നത് മെയിൽ ഗോഡും അശേര എന്ന് പറയുന്നത് ഫീമെയിൽ ഗോഡസുമാണ്. അപ്പോൾ ഒരു ദേവനെയും ദേവിയും അങ്ങോട്ട് അവിടെ കൊണ്ടിരുത്തി പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഗിദെയോന് റൂട്ട് പിടികിട്ടി. എൻ്റെ കുടുംബത്തെ തകർക്കുന്നത്, എൻ്റെ രാജ്യത്തെ തകർക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ അന്യാരാധനയാണ്. ആ അന്യാരാധന ഇടിച്ച് കളഞ്ഞാലേ എൻ്റെ ദേശം രക്ഷപ്പെടത്തുള്ളൂ, ഞാൻ കുണം പിടിക്കത്തുള്ളൂ. ഞങ്ങളുടെ മേൽ കിടക്കുന്ന ശത്രുവിൻ്റെ ആധിപത്യം ഒതുങ്ങണമെങ്കിൽ ഇത് ചെയ്യണം. എപ്പോഴാണ് അതിൻ്റെ റൂട്ട് കിട്ടിയത്? രാത്രിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, വെളിപ്പാട് ലഭിക്കുന്നത്, കൃപാവരം ലഭിക്കുന്നത് രാത്രിയിലാണ്. നിങ്ങൾക്കെതിരെയുള്ള കുറച്ചുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം, നമ്മളുടെ സ്പിരിച്വലം ഓപ്പൺ ആവുന്നത് രാത്രികളിലാണ്. രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് സ്പിരിച്വലം ഓപ്പൺ ആകുന്നത്. കുറച്ചും കൂടെ കടന്ന് ഞാൻ പറയാം, ഇഫ് യു വിഷ് ടു സ്പീക്ക് ടു സ്പിരിറ്റ്സ്, നിനക്ക് ആത്മാക്കളോട് സംസാരിക്കണമെങ്കിൽ, നിനക്ക് ദൂതന്മാരോട് സംസാരിക്കണമെങ്കിൽ, നിനക്ക് ആത്മമണ്ഡലത്തിൽ സ്പിരിച്വലത്തിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, യു മസ്റ്റ് പ്രേ ഇൻ ദ നൈറ്റ്സ്. പകൽ എത്ര കൈയടിച്ചാലും ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പാസ്റ്റർക്കായിരുന്നാലും ദൂത് പറയാൻ കഴിയും, വെളിപ്പാട് പറയാൻ കഴിയും. പക്ഷേ സ്പിരിച്വലം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ താൻ പേഴ്സണലി സ്പിരിച്വലത്തിലേക്ക് കയറുന്നത്, ദുരാത്മാക്കളെ കാണുന്നത്, ശുദ്ധാത്മാക്കളെ കാണുന്നത്, പരിശുദ്ധാത്മാവുമായി ഡീൽ ചെയ്യുന്നത്, ദൂതന്മാരുമായി ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെ രാത്രിയുടെ പ്രാർത്ഥനകളിലാണ്. വിത്ത് മൈ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങൾ രാത്രികളിൽ നിരന്തരമായി പ്രാർത്ഥിച്ചു തുടങ്ങുക, നിങ്ങളുടെ ദേശാന്തകാര ശക്തി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. നിങ്ങൾ രാത്രികൾ നിരന്തരമായി പ്രാർത്ഥിച്ചു നോക്ക്, നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ദുരാത്മാക്കൾ നേരെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കും. അവൻ്റെ ക്ലെയിം എന്തുവാണെന്ന് അവൻ പറയും. അവൻ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു കയറിയതിൻ്റെ റീസൺ അവൻ പറയും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നട്ടും ബോൾട്ടും സകലതും രാത്രികളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെളിപ്പെട്ട് വരും. പകൽവേളകളിലെ പ്രാർത്ഥനകളിൽ ഇത് വെളിപ്പെടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ രാത്രികളിൽ നമ്മൾ ഏറെ നേരം പ്രാർത്ഥിച്ച് പിന്നീട് നമുക്ക് 24/7 ഈ സ്പിരിച്വൽ ഓപ്പണായി കിടക്കും. നമ്മൾ ഫാസ്റ്റിങ്ങിലേക്കൊക്കെ കയറുമ്പോൾ ഇത് കുറച്ചും കൂടെ ഭയങ്കര വിസിബിളായിരിക്കും. ഇറ്റ്സ് ട്രൂ. പക്ഷേ ഇതിൻ്റെ ഇനാഗുറൽ ഓപ്പണിംഗ് എവിടെയാണെന്നറിയാമോ? നൈറ്റ് പ്രെയറിലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ യൗവനക്കാരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ബി വിജിലൻറ്റ്, ബി വാച്ച്ഫുൾ ഇൻ ദ നൈറ്റ്സ്. യു ക്യാൻ എൻ്റർ ടു ദ സ്പിരിച്വൽ റെലംസ്. നല്ല ഉണർവുള്ള ഒരു ചർച്ചിൽ കയ്യടിയും പാട്ടും നടക്കുമ്പോൾ, കർത്താവ് എനിക്കിപ്പോൾ ഒരു കൃപാവരം തരണേ, എനിക്കിപ്പോൾ ഒരു എൻകൗണ്ടർ തരണേ, എനിക്കിപ്പോൾ ഒരു സ്പിരിച്വൽ ഓപ്പൺ ആക്കണേ. മക്കളെ, അതല്ല അതിൻ്റെ റിയൽ ഓപ്പണിങ്.
അതിൻ്റെ റിയൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് രാത്രികളിൽ ദൈവസന്നിധാനത്തിങ്കൽ സമയം ചെലവഴിക്കുമ്പോഴാണ്. എൻ്റെ മുഴങ്കാലുകൾ രാത്രികളിൽ മടങ്ങിയിരിക്കട്ടെ, എൻ്റെ പായോട് നീ പറ്റിയിരിക്കട്ടെ. അവിടെയാണ് ഈ സ്പിരിച്വലം ഓപ്പൺ ആകുന്നത്, അല്ലെങ്കിൽ ആത്മമണ്ഡലം തുറന്നു വരുന്നത്. ഇനിയും ആത്മമണ്ഡലം തുറന്നു വരിക മാത്രമല്ല ഈ രാത്രിയിൽ സംഭവിക്കുന്നത്. ഗിദെയോൻ്റെ അടുക്കൽ പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ കാളയെ ഇടിക്കണം, അപ്പൻ്റെ കാളയെ യാഗം കഴിച്ച് അപ്പൻ്റെ ബലിപീഠം ഇടിക്കണം, അശേരയെ വെട്ടണം. ഈ വെളിപ്പാട് കിട്ടിയത് എപ്പോഴാണെന്നറിയാമോ? രാത്രിയിലാണ്. ഇത് ഗിദെയോൻ ചെയ്തത് എപ്പോഴാണെന്നറിയാമോ? 27-ാം വാക്യം. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. സ്പിരിച്വൽ വാർഫെയർ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓപ്പൺ ആകുന്നത് നൈറ്റ് പ്രയറിനകത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ഉപവസിക്കാത്ത ഒരു മനുഷ്യന് സ്പിരിച്വൽ വാർഫെയർ ഉണ്ടാകത്തില്ല. ഉപവസിക്കാത്ത ഒരു മനുഷ്യന് സ്പിരിച്വൽ വാർഫെയർ ഉണ്ടാകത്തില്ല. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ രാവിലെ 2 ചായ കുടിച്ചിട്ട് ഉച്ച വരെ ഇരുന്ന് മിണുങ്ങോ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് പിന്നെയും പുട്ടടിക്കുന്നതല്ല ഉപവാസ പ്രാർത്ഥന. ഹി ഷുഡ് എൻ്റർ ഇൻ ടു കണ്ടിന്യൂസ് പ്രെയർ. 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 40 ദിവസം അങ്ങനെയൊക്കെ വേറിട്ടിരിക്കണം. യേശു 40 ദിവസം ഉപവസിച്ചു. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. രാവിലെ അരപ്പുട്ടടിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുൾ പുട്ടടിച്ചിട്ട് ഇന്ന് ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അതല്ല ഉപവാസം. എൻ്റർ ടു ലോങ് ഫാസ്റ്റിംഗ്, അതാ ഉപവാസം എന്ന് പറയുന്നത്. അതല്ലാതെ എവിടെയെങ്കിലും ഉപവാസ പ്രാർത്ഥന എന്ന് ബോർഡ് വെച്ചു, ഞങ്ങൾ 3 മണിക്കൂർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിച്ച് 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു, 2 പാട്ട് പാടി, അതൊന്നും ഉപവാസമല്ലെന്നേ. അതൊക്കെ ജസ്റ്റ് ഒരു ഉപവാസ പ്രാർത്ഥന. അതല്ല റിയൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് അത്രയുമേ ഉള്ളൂ റിയൽ ഫാസ്റ്റിംഗ് എന്ന് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും കണ്ണിനെയൊക്കെ കെട്ടിയിട്ടിരിക്കുക. അത് പോട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഈ ഉപവാസമാണ് സ്പിരിച്വൽ വാർഫെയറിനെ ഓപ്പൺ ആക്കുന്ന ഒരു ഭാഗം. ഇതുപോലെ ഗിദെയോൻ പകൽ ചെയ്യാൻ കഴിയാത്തതിനെ അവൻ രാത്രിയിൽ ചെയ്തു. ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു, അശേരയെ വെട്ടി. രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനാണ് അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ടു ഹാവ് എ പെർഫെക്റ്റ് ഡെലിവറൻസ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിലെ പോരുകളെ കീഴടക്കി പിശാചിനെ വെട്ടിയെറിഞ്ഞ് ജയമെടുക്കണമെങ്കിൽ യു മസ്റ്റ് ഹാവ് എ നൈറ്റ് പ്രയർ. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അപ്പോസ്തലന്മാർ പൊതുതടവിലായിരുന്നു. കാരാഗ്രഹം തുറന്നത് രാത്രിയിലാണ്. പത്രോസിനെ കൊല്ലുവാൻ ഹെരോദാവ് വട്ടം കെട്ടിയിരുന്നു. പക്ഷേ ആ പെസഹയുടെ ദിനങ്ങളിൽ സഭ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാത്രിയിലാണ് പത്രോസിൻ്റെ കാരാഗ്രഹം തുറന്നത്. അർദ്ധരാത്രിയിലാണ് പൗലോസിനും ശീലാസിനും വേണ്ടി ഭൂകമ്പമുണ്ടായത്. അപ്പോൾ അമാനുഷികമായ അസാധാരണമായ വിടുതലുകൾ സംഭവിക്കുന്നത്, സാത്താന്യ ചെയ്ത്തുകൾ പൊട്ടുന്നത്, അന്ധകാര ശക്തികൾ പൊട്ടുന്നത്, ദുരാത്മ ശക്തികൾ പൊട്ടുന്നത് അത് രാത്രി പ്രാർത്ഥനയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു കർത്താവ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ പോകുന്നു. യേശു കർത്താവ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നത് പകലിലാണ്. പക്ഷെ വാസ്തവത്തിൽ ആ അന്ധകാര ശക്തിയെ കെട്ടിയത് എവിടെയാണെന്നറിയാമോ? രാത്രിയുടെ 4-ാം യാമത്തിൽ തടാകത്തിലാണ് കർത്താവ് അതിനെ കെട്ടിയത്. തലേ രാത്രിയിൽ പിശാചിനെ കെട്ടുന്നവനെ പിറ്റേന്ന് പകൽ ഭൂതങ്ങളെ പരസ്യമായി ഒതുക്കാൻ കഴിയത്തുള്ളൂ. സ്പിരിച്വൽ വാർഫെയർ happens in the midnights. രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തകരും, ആമങ്ങൾ പൊളിയും, ചങ്ങലകൾ അഴിയും. ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ക്രിസ്തീയ ജീവിതം, വിടുതലുകളെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ രാത്രികളിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഏതഴിയാത്ത കെട്ടും ഏത് പൊട്ടാത്ത സംഗതിയും രാത്രികളിലെ പ്രാർത്ഥനയിൽ സംഭവിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് പകലാണോ രാത്രിയാണോ? ആ രാത്രിയിൽ അവർ ചെങ്കടൽ കടന്നു. രാത്രികളിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, മിറക്കിൾ സംഭവിക്കുന്നത്. അതിനാൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വിടുതലുകളെ കൈവശമാക്കുവാൻ കഴിയും.
ഇനിയും അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ രാത്രിയിൽ ഇത് പലരും പറയുന്ന ഒരു ഭാഗമുണ്ട്, രാത്രി പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അത് കഴിയുന്നില്ല എന്ന്. അത് കഴിയാത്തതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു. പെട്ടെന്ന് രാത്രി എഴുന്നേറ്റ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അന്യഭാഷ പറഞ്ഞു പാട്ട് പാടുകയായിരുന്നില്ല, പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു. എൻ്റെ സഹോദരങ്ങളെ, അന്ന് മാസിഡോണിയയോട് ചേർന്ന ഒരു സ്ഥലത്ത് വെച്ച് അവർ ഒരു ഭൂതത്തെ ശാസിച്ചു. ആ ഭൂതത്തെ ശാസിച്ചത് മുഖാന്തരം അവരെ ചന്തസ്ഥലത്ത് കൊണ്ടുപോയി അവരുടെ ഉടുപ്പ് പറിച്ചുരിഞ്ഞു, അവരെ കോലുകൊണ്ട് അടിപ്പിച്ചു, അവരെ വഴിയിൽ കൂടെ വലിച്ചഴച്ചു, അവരെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി അടച്ചു. ബ്രൂട്ടലി, ഭയങ്കരമായി അവർ ആക്രമിക്കപ്പെട്ടു. പക്ഷേ എന്നിട്ടും അവർ രാത്രിയിൽ എന്ത് ചെയ്യുകയാണ്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാറ്റ് വാസ് ദ കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്. അപ്പം ദൈവത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ക്ഷീണമുള്ളവർക്ക് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. യേശു കർത്താവ് ഗത്സമനയിൽ കടന്നു ചെന്നു. യേശു കർത്താവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. കാരണം ശിഷ്യന്മാരുടെ ഭാരം കണ്ണിലാണ്, യേശുവിൻ്റെ ഭാരം ഹൃദയത്തിലാണ്. കർത്താവിന് കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു, ശിഷ്യന്മാർക്ക് ഫിസിക്കൽ ബേർഡൻ ആയിരുന്നു. അപ്പം കമ്മിറ്റ്മെൻ്റ് ഉള്ള മനുഷ്യൻ, ദൈവത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള മനുഷ്യന്, റെസ്പോൺസിബിലിറ്റി ഉള്ള മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസവും കമ്മിറ്റ്മെൻറ്റും ഉള്ളവനാണ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. വീണ്ടും ഒരു ഭാഗം 119 സങ്കീർത്തനം 62 വാക്യം, നിൻ്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേക്കും. ഒരു താങ്ക്സ് ഗിവിങ് മൈൻഡ് ഉള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? രാത്രിയിൽ എഴുന്നേൽക്കാൻ കഴിയത്തുള്ളൂ. 119 സങ്കീർത്തനം 62 വാക്യം, കഷ്ടം ഉണ്ടായിട്ടാണോ അദ്ദേഹം രാത്രിയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റത്? അല്ല, ദൈവത്തിലുള്ള വിശ്വാസം തന്നെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രികളിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കും. ഞാനൊരു ടിപ്പ് അതിനകത്തുനിന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം. 42 സങ്കീർത്തനം 8 വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും, എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. ഇപ്പോൾ രാത്രിയിൽ ഈ സങ്കീർത്തനക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? രാത്രി മുഴുവൻ താൻ പാടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരും. ആ സമയത്ത് നമുക്ക് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതാണ്. നമുക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കാം.